വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇതിനു മുൻപ് നാം കണ്ടിരുന്നു മലപ്പുറവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പരാമർശം നടത്തുകയും വിവാദമുണ്ടാവുകയും അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കേണ്ടി ഒരവസ്ഥ വരികയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. കാരണം അദ്ദേഹം പറയുന്നതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സംസ്ഥയുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു കടന്നുകയറ്റം, അല്ലെ, ഒരു 70% ജനങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് നാം കണ്ടത്. അതല്ലേ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞത്? അതുമാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ അവിടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ശ്രീജിത്ത് ആദ്യം പറഞ്ഞത് മലപ്പുറത്തെ സംഭവം. മലപ്പുറം ജില്ലയിൽ SNDP അനുഭവിക്കുന്ന ദുരവസ്ഥ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഈഴവ സമുദായത്തിന് നേരിടേണ്ടി വരുന്ന അവഗണന, അല്ലേ, അധികൃതരുടെ ഉപേക്ഷ, ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഭരിക്കുന്നവരുടെ എന്താ പറയുക. ഈ മലപ്പുറത്ത് ആദ്യ പരാമർശം നടത്തിയപ്പോൾ കേരളത്തിന്റെ മുഴുവൻ സമ്പത്തും വിഴുങ്ങുന്ന ഒരു സമുദായത്തിന്റെ നേതാവ് പറയുകയാണ് അയാൾക്ക് ഭ്രാന്താണെന്ന്. വെള്ളാപ്പള്ളി അതെ സത്യം പറയുമ്പോൾ എല്ലാവർക്കും ഭ്രാന്താണ്. വെള്ളാപ്പള്ളി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിച്ചത്, അല്ലാതെ വെള്ളാപ്പള്ളി ഭ്രാന്തൊന്നും പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ നിലപാടുകളിൽ എത്ര ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ചോദ്യം വേറെ. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കണക്കുകൾ ഒരു കാരണവശാലും ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. മലപ്പുറത്ത് SNDPക്ക് അവിടെ SNDPക്കാർ, ഈഴവ സമുദായം, OBC ഒന്നും ഒട്ടും മോശമല്ല. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിക്കൂടം പോലും ഇല്ല, ഒരു അങ്കണവാടി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഇത്രയേറെ ശക്തിയുള്ള ഒരു സമുദായമായിട്ടും മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ട് നമുക്കൊരു ഒരു ലോവർ പ്രൈമറി സ്കൂള്, ഒരു LP സ്കൂള് പോലും ഇല്ല എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇവിടെ അത് തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി കോട്ടയത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് മലപ്പുറത്ത് മടയിൽ കയറി ആക്രമിച്ചെങ്കിൽ ഇന്ന് കോട്ടയത്ത് വന്നു നിന്ന് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി വെള്ളാപ്പള്ളി നടേശനുണ്ട്. ഞാൻ ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിലെ ഏറ്റവും പ്രസക്തമായ 1-2 പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, VS പറഞ്ഞതുപോലെ, അതായത് ഈ VS അന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു വലിയ അപകടം, അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത്. അദ്ദേഹം കുറച്ച് പൊതിഞ്ഞു പറഞ്ഞു, ശരിയാണ്, പിണറായി വിജയനെ കുത്തി നോവിക്കണ്ട എന്ന് കരുതി കാണും. മുഖ്യമന്ത്രിയല്ലേ, ഒന്നുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി സമുദായക്കാരനല്ലേ, അതുകൊണ്ട് കുത്തി നോവിക്കണ്ട എന്ന് വിചാരിച്ചാണ് അദ്ദേഹം പൊതിഞ്ഞു പറഞ്ഞത്. അദ്ദേഹം പൊതിഞ്ഞത് ഇതാണ്: VS ചൂണ്ടിക്കാട്ടിയ അപകടം വലിയ ശക്തിയോടുകൂടി നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിഴുങ്ങാം. ഒരു ജനസംഖ്യയുടെ, സംസ്ഥാനത്തെ കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 30% വരുന്ന ഒരു സമുദായം ബാക്കി 70% വരുന്ന മറ്റ് സമുദായങ്ങളെ ഭരിക്കുകയാണ്, അവരെ ചൊൽപ്പടിക്ക് നിർത്തുകയാണ്, അവരെ വരച്ച വരയിൽ നിർത്തുകയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അല്ലേ, ഭരണം നടക്കുന്നത് എങ്ങനെയാണ്? കോഴിക്കോട് കാന്തപുരത്ത് നിന്ന് മർക്കസിൽ ചെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കാന്തപുരത്തിൻ്റെ അനുവാദവും അനുമതിയും ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണം സ്തംഭിക്കും എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അത് നിസ്സാര കാര്യമല്ല. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒരു വലിയ വിഷയമാണ്. ഇനി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും നമുക്കറിയാം, ഇത്തരം കാര്യങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നതിൽ, അത് ഉറക്കെ പറയുന്നതിലൊന്നും അദ്ദേഹത്തിന് ഒരു ഭയവുമില്ല. പക്ഷെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ VS പറഞ്ഞ കാര്യത്തെ ഒരിക്കൽ കൂടി, VS പണ്ട് പറഞ്ഞത് 20 വർഷത്തിനുള്ളിൽ കേരളത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കും, അമുസ്ലിം പെൺകുട്ടികളെ പ്രേമം നടിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് മതം മാറ്റി നിക്കാഹ് കഴിച്ച് അതിലൂടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് കേരളത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കും. അത് അന്ന് VS പറഞ്ഞപ്പോൾ VSനെ കൊത്തിവലിക്കാൻ 4 പാട് നിന്നും ആൾക്കാർ ചീറി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു, അല്ലേ? VS വലിയ അബദ്ധം, വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് VSനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പക്ഷെ VS തൻ്റെ ഇടത്തോടെ നിന്നു. VS പറഞ്ഞത് വിഴുങ്ങിയില്ല, പറഞ്ഞതിൽ ഉറച്ചു നിന്നു. ഇതിൻ്റെ അപകടം എത്ര വലുതാണ് എന്ന് അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയത് ഈ 20 വർഷങ്ങൾ
20 വർഷം ആയിട്ടില്ല, ഇപ്പോൾ ഏതാണ്ട് 15 വർഷമേ ആയിട്ടുള്ളൂ. 2010 ഡിസംബർ മാസത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. പക്ഷേ അന്ന് VS പറഞ്ഞത് കേവലം 15 വർഷം കൊണ്ട്, അദ്ദേഹം 20 വർഷമാണ് പറഞ്ഞത്, പക്ഷെ 15 വർഷം കൊണ്ട് കേരളത്തിൽ നടപ്പാകുന്ന അതിദയനീയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിട്ടൂരം വരേണ്ടത് കാന്തപുരത്തിൻ്റെ മർക്കസിൽ നിന്ന് എന്ന് വെള്ളാപ്പള്ളി അതിനെ ആവർത്തിച്ചിരിക്കുന്നു. ആ VS പറഞ്ഞതിനെ കുറേ കൂടെ വ്യക്തതയോടുകൂടി വെടിപ്പായി അടുക്കും ചിട്ടയോടും കൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അതിലൊരു അല്ല, അങ്ങനെയാണെങ്കിൽ ഈ 70% കീഴടങ്ങുമോ? ഈ 70% ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയല്ലേ? കീഴടങ്ങുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കീഴടങ്ങിയിരിക്കുകയല്ലേ? ഈ സമസ്തയുടെ തിട്ടൂരം എന്താണ്? ഈ സ്കൂൾ സമയം മാറ്റുന്നതിനെ സംബന്ധിച്ച്. ഇനി വെള്ളിയാഴ്ചകളിൽ എന്തിനാണ് ഉച്ചയ്ക്ക് ഈ ലെഷർ പീരീഡ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇന്ന് നമ്മൾ നോക്കൂ, പല സ്ഥാപനങ്ങളിലും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഇത് ഔദ്യോഗികമായും അല്ലാതെയും ഇത്തരം നീക്കുപോക്കുകളൊക്കെ നിലനിൽക്കുകയല്ലേ? ഇന്ന് പല സ്ഥലത്തും പിന്നെ പ്രാർത്ഥനാ മുറികൾ, പ്രത്യേകം പ്രാർത്ഥനാ മുറികൾ വെച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബഹുസ്വര സമൂഹത്തിൽ, മതേതര മതനിരപേക്ഷ സമൂഹത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരുടെയും വോട്ടിന് തുല്യ വിലയുള്ള ഒരു രാജ്യത്ത് എന്തൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണം. കാരണം ഈ രാഷ്ട്രീയം പയറ്റി ജനങ്ങളുടെ മുന്നിൽ അജണ്ടകൾ വെച്ച് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനങ്ങൾ നൽകി അവരുടെ വോട്ട് വാങ്ങി ജയിച്ച് അധികാരത്തിൽ കയറുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ, അങ്ങനെ പറയണം. ജനങ്ങളുടെ മുന്നിൽ വോട്ടിൻ്റെ ഭിക്ഷാപാത്രവുമായിട്ട് വന്നു നിൽക്കുന്ന ഈ നേതാക്കൾ കേവലം ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് വെറുതെ തോന്നുന്നതല്ല. ഒരാൾക്ക് ഒരു സമുദായത്തിനാണ് അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ നമുക്ക് കുറ്റം പറയാം, അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാം. ഇത് ബാക്കി എല്ലാ സമുദായങ്ങളും, ഒരു പ്രത്യേക സമുദായം ഒഴിച്ച് ബാക്കി എല്ലാ സമുദായങ്ങൾക്കും ഇങ്ങനെ തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അത് പരിഗണിക്കണം. അതിനെക്കുറിച്ച് അവരുടെ ആവലാതി കേൾക്കണം, അത് വിശകലനം ചെയ്യണം, അത് പരിശോധിക്കണം. അതിൽ വീഴ്ചകളുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. എന്തടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലെ ഈ വാസ്തവത്തിൽ ഈ പട്ടികജാതി സാമൂഹികമായി പിന്നാക്കം ആയിപ്പോയ ഒരു വിഭാഗത്തിനാണ് നമ്മൾ സംവരണം കൊടുക്കുന്നത്. ഇപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അതും ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് ഈ സാമ്പത്തികമായി പിന്നിലേക്കായിപ്പോയ മുന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നത്. അത് സാമ്പത്തിക സംവരണമാണ്, അത് സാമൂഹ്യ സംവരണമല്ല. അത് ജാതീയമായും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും സമൂഹത്തിൻ്റെ പിന്നിലേക്ക്, സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീണുപോയവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അരികു ചേർന്നവർ, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സംവരണം എന്ന ഒരു മാർഗം കണ്ടെത്തിയത്, അല്ലേ? അതിനെയാണ് ഇപ്പോൾ വ്യഭിചരിച്ചിരിക്കുന്നത്. ആ സംവരണത്തെയാണ് ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പട്ടികജാതിക്കാരനും പിന്നാക്ക വിഭാഗക്കാരനും ഒക്കെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഇപ്പോഴും അടിത്തട്ടിൽ തന്നെയാണ്. അവർക്ക് വലിയ ഉന്നമനമൊന്നും ഉണ്ടായതായിട്ട് പറയാൻ സാധിക്കുമോ? അതിൻ്റെ കണക്കുകൾ ലഭ്യമാണോ? പിന്നെ എന്തിനാണ് സാമ്പത്തികമായിട്ടും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തെ കൂടെ ചേർത്തുകൊണ്ട് സംവരണം കൊടുക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചാൽ അത് ന്യായമാണ്. അവരുടെ സമുദായത്തിൻ്റെ ദുഃഖമാണ് പങ്കുവെക്കുന്നത്. അതിനെ നമ്മൾ തിരിച്ചറിയണം, അതിനെ അഡ്രസ്സ് ചെയ്യണം. അതിവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ പങ്കുണ്ട്. ഇനി വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ഫാക്ച്വലായ എറേഴ്സ്, വസ്തുതാപരമായ പിശകുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കൂ. വെള്ളാപ്പള്ളിയെ തിരുത്താം നമുക്ക്. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിലെ പിശകുകൾ ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം, അല്ലേ? ഇവിടെ അതിന് പകരം വെള്ളാപ്പള്ളിയെ വർഗീയവാദിയായും വെള്ളാപ്പള്ളിയെ ഒരു വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്തു വെള്ളാപ്പള്ളി എന്നൊക്കെയാണ് ഇവരുടെ ഭാഷ്യം. അതുകൊണ്ടൊന്നും ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. വെള്ളാപ്പള്ളി പറഞ്ഞത് വളരെ ശരിയാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ ജാതീയത നിലനിൽക്കുന്ന ഹിന്ദു സമുദായത്തിൽ, ജാതീയത മറ്റു മതങ്ങളിലുമൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഹിന്ദുക്കളിൽ ജാതീയമായി പിന്നിലേക്ക് ആഞ്ഞുപോയവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടപ്പാക്കിയ സംവരണം പോലും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുത്തേ മതിയാവൂ. ഈ വെള്ളാപ്പള്ളി പറഞ്ഞത്
ഒരു രാഷ്ട്രീയ ആരോപണമോ ആക്ഷേപമോ അല്ല, മറിച്ച് അതിനകത്തുള്ള വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കി വേണം അതിനെ പരിഹാരം കണ്ടെത്താൻ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇങ്ങനെ പോയാൽ VS പറഞ്ഞതുപോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടാകും. മുസ്ലിം ഭൂരിപക്ഷ നാടായാൽ അതിൻ്റെ ആദ്യത്തെ അപകടം നേരിടേണ്ടി വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. ഒരു സംശയവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലോക ചരിത്രത്തിൽ എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാമിനൊപ്പം ചേർന്ന് മുന്നോട്ട് പോയോ അവിടെയെല്ലാം ഭരണം കിട്ടിയാൽ ഇസ്ലാം ആദ്യം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുച്ചൂട് നശിപ്പിക്കുക, അതിൻ്റെ നേതാക്കളെ കൊല്ലാക്കൊല ചെയ്യുക, വധിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് വെള്ളാപ്പള്ളി പറയാതെ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.